തലയ്ക്കുമീതെ വാളോ എന്നതാണ് ചോദ്യം. തലയ്ക്കുമീതെ വാള് തന്നെയാണ്. ആ ആശങ്കയിൽ തന്നെയാണ് ചെന്നൈയിൽ സ്റ്റാലിൻ ഒരു യോഗം വിളിച്ചത്. അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മാത്രം യോഗമായി മാറുന്നില്ല. 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരെയും നേതാക്കളെയും യോഗത്തിൽ ക്ഷണിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പുറമെ ഒഡീഷ, പഞ്ചാബ്, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിമാർക്കും ക്ഷണമുണ്ടായിരുന്നു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി എത്തിയില്ല, പകരം ഐക്യദാർഢ്യം അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ AAPയുടെ നേതാവ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ യോഗത്തിൽ പങ്കെടുത്തു. ഒഡീഷ മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഓൺലൈനായിട്ട് യോഗത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരെല്ലാം യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികളും ഉണ്ടായിട്ടുണ്ട്. ലീഗിന്റെ നേതാവ് PMA സലാം, കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ് MP, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, NK പ്രേമചന്ദ്രൻ എന്നിവരൊക്കെ തന്നെയും ഈ യോഗത്തിൽ പങ്കെടുത്ത് ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ 2026 രാജ്യത്ത് ഈ ലോക്സഭാ മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്താനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇതുവരെ കോവിഡ് കാരണം മാറ്റിവെച്ച ഈ സെൻസർ പ്രവൃത്തികൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. അതൊക്കെ പൂർത്തിയാക്കാൻ ഉള്ള ആലോചനകളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ മണ്ഡല പുനർനിർണയം നടത്തുക പാർലമെന്റ് ആക്ട് പ്രകാരം നിയമിക്കുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും. ആ കമ്മിറ്റിയെ ഭയക്കേണ്ടതുണ്ടോ, ആ കമ്മിറ്റിയെ സംശയിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് സർക്കാരിൻ്റെ ചോദ്യം. അല്ലെങ്കിൽ അമിത്ഷാ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാണ് അതിൽ ആശങ്കപ്പെടുന്നത്? പക്ഷേ നമ്മുടെ മുന്നിൽ ഇപ്പോൾ JPC എന്ന ഉദാഹരണമൊക്കെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ന്യൂനപക്ഷം ആയി നിൽക്കുന്ന ശബ്ദം അവിടെ പൂർണ്ണമായും നിശബ്ദമാക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ മുന്നിൽ നേരത്തെയുള്ള അനുഭവമാണ്. അതാണ് ഒരു ആശങ്കയായി നിൽക്കുന്നത്. ഇതിനു മുമ്പ് 1951 ആദ്യമായ മണ്ഡല പുനർനിർണയം നടന്നു. അന്നത്തെ സെൻസസ് പ്രകാരം 36.1 കോടി ജനങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് 494 ലോക്സഭാ സീറ്റുകളാണ് അന്നുണ്ടായിരുന്നത്. 61 ജനസംഖ്യ 43.9 കോടിയായപ്പോൾ സീറ്റുകളുടെ എണ്ണം 522 അപ്പോൾ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ മണ്ഡലങ്ങൾ എന്ന നിലയ്ക്കാണ് പൊതുവിൽ ഇന്ത്യയിൽ മണ്ഡല പുനർനിർണയത്തിൻ്റെ കാര്യത്തിൽ പിന്തുടർന്ന് പോയിട്ടുള്ളത്. 71 ആയപ്പോഴേക്കും ഈ രീതി നിർത്തി ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കാൻ രാജ്യത്ത് നടപടികൾ ആരംഭിച്ചു. അപ്പോൾ ജനസംഖ്യ നിയന്ത്രണം കൃത്യമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ എന്ന് വരുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിരുന്നു. ഇവിടെ വലിയ രീതിയിൽ ജനസംഖ്യ നിയന്ത്രിച്ചു. അപ്പുറത്ത് ജനസംഖ്യാ നിയന്ത്രണം ഒരു തരത്തിലും കൃത്യമായി നടപ്പായിട്ടില്ല. കണക്കുകളുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, UP എന്നിവിടങ്ങളിൽ 2001 2011 ഇടയ്ക്ക് 20% ജനസംഖ്യാ വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്ക്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ആയ അവിഭജിത ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും ഈ 10 വർഷത്തിനിടയിൽ 16% താഴെയാണ് ജനസംഖ്യാ വളർച്ച ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനസംഖ്യാ വളർച്ച കുറവുള്ള സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കുറച്ചുകൂടി വികസനം സംഭവിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കുറച്ച് പ്രതിനിധികൾ മതി പാർലമെന്റിലേക്ക്. അപ്പോൾ അവികസിതമായ സ്ഥലത്തു നിന്നും കൂടുതൽ പ്രതിനിധികൾ എന്നുള്ളത് എങ്ങനെയാണ് രാജ്യത്തെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ അംഗീകരിക്കാനാവുക എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ജനസംഖ്യ കുറയുന്നതിൻ്റെ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഇവിടെ അനുഭവിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. ഇപ്പോൾ 2024 84 ഭേദഗതി കാലഹരണപ്പെടും. അപ്പോൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനായി രാഷ്ട്രീയ അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ കേന്ദ്ര സർക്കാരിന് സ്വാതന്ത്ര്യമുണ്ടാകും. അപ്പോൾ ഹിന്ദി ഭാഷാ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുണ്ടാകുന്ന രൂപത്തിലേക്ക് അത് മാറും എന്നുള്ള ആശങ്കയാണ് നിലവിൽ ഇന്ന് യോഗം ചേർന്ന എല്ലാ സംസ്ഥാനങ്ങളും അഭിപ്രായം പറഞ്ഞിരിക്കുന്ന അവർ ആശങ്ക പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ തരത്തിൽ തമിഴ്നാടിന് 8 മുതൽ 9 വരെ ലോക്സഭാ മണ്ഡലങ്ങളും കേരളത്തിന് 8, കർണാടകയ്ക്ക് 2, ആന്ധ്രയ്ക്ക് 8, തെലങ്കാനയ്ക്ക് 8 എന്നിങ്ങനെയും കുറയുമെന്നാണ് സാധ്യതാ കണക്കുകൾ പുറത്തു വരുന്നത്. ഏകദേശം 30-ലധികം സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ കുറയുമെന്നുള്ള ആശങ്കയാണ് ഇവിടെ ഉയരുന്നത്. അത്രയും MP-മാരുടെ പ്രാതിനിധ്യം കുറയും. അതിന് അമിത്ഷാ പറയുന്നു അങ്ങനെ കുറയുകയില്ല, ഇവിടെ കുറയ്ക്കുകയില്ല എന്ന് പറയുന്നു. ഇവിടെ കുറയ്ക്കുകയില്ല എന്ന് പറയുമ്പോൾ അപ്പുറത്ത് കൂടുമെന്നുള്ള അർത്ഥം വരുന്നുണ്ട്. അതായത് നിലവിൽ ഉള്ള ഈ 543 എന്ന കണക്കിൽ നിന്ന് അത് 800 കടക്കുമോ എന്നുള്ള ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ 800 കടന്നു കഴിഞ്ഞാൽ എന്താണ് പിന്നീട് സംഭവിക്കുക? പാർലമെന്റിൽ ഇപ്പോൾ തന്നെ പാർലമെന്റ് എങ്ങനെയാണ് സമ്മേളിക്കുന്നത്? പാർലമെന്റിൽ എങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്? പാർലമെന്റിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ സ്വരത്തിന് എത്രത്തോളം അവരുടെ ഒരു പ്രാതിനിധ്യം അവിടെ അനുഭവപ്പെടുന്നുണ്ട്? അവർക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിന്മേലൊരു തീരുമാനമുണ്ടാകാൻ എത്രത്തോളം അത് സംഭവിക്കുന്നുണ്ടെന്നൊരു വിഷയമുണ്ട്. ഇനി 700-ന് മേളിലേക്ക് ആളുകൾ ആവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. ആർക്കും തന്നെ വിഷയങ്ങൾ അവതരിപ്പിക്കാനും എന്നുള്ള ഒരു സാഹചര്യം വരില്ല. സംവാദങ്ങളില്ലാത്തൊരു പാർലമെന്റായി മാറും എന്നുള്ള ആശങ്ക ഒരു വശത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. ഇനി നമ്മുടെ കേരളം
തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മളും തമിഴ്നാടും പാർലമെന്റിൽ പലതവണ ആവർത്തിപ്പിച്ച കാര്യമാണ്. ഈ മണ്ഡല പുനർനിർണയം മാത്രമല്ല, കേന്ദ്ര നികുതികൾ വീതം വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ആ വീതം വെപ്പിൽ നമ്മൾക്ക് എത്രത്തോളം കുറയുന്നു, എന്തുകൊണ്ട് കുറയുന്നു? വികസിതമാണ്, കുറച്ചുകൂടി നല്ല സംവിധാനമുണ്ട്, ഇവിടെ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അധികം കേന്ദ്രവിഹിതം, ഈ ആദായ നികുതിയുടെയൊക്കെ വിഹിതം വരുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്, അതല്ലെങ്കിൽ ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ രണ്ടിലും നമ്മൾ മുന്നിലാണ്. അതുകൊണ്ട് നമ്മുടെ വിഹിതം കുറയുകയാണ്. ഇതിപ്പോൾ 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 41% സംസ്ഥാനങ്ങളുമായി വീതം വയ്ക്കുന്നത്. ഇതിൽ നമുക്കാണ് ഏറ്റവും കുറവ്, നമുക്കും തമിഴ്നാടിനുമാണ് ഏറ്റവും കുറവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ, കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ് നടപ്പാക്കാത്തത് കൊണ്ട് പല പദ്ധതികളും പല വിഹിതവും കുറയുന്നുണ്ട്. നമുക്കത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, തമിഴ്നാടിനാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അത് പൂർണ്ണമായും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചും ആരോഗ്യ മേഖലയിൽ അത് കുറയുന്നുണ്ട്. പലതരത്തിലും ലൈഫ് പദ്ധതിക്ക് മോദിയുടെ പടം വീടിന് മുന്നിൽ വെച്ചില്ലെങ്കിൽ ആ ലൈഫ് പദ്ധതിക്കുള്ള വിഹിതം കിട്ടില്ല, അതിപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നമ്മളോട് ഒരു ഇരട്ടത്താപ്പ് എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നത്. ഇതപ്പോൾ ഈ രൂപത്തിൽ പറ്റില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അതേസമയം ഇപ്പോഴത്തെ അവസ്ഥ തുടരാമോ എന്ന് ചോദിക്കുമ്പോൾ അതും പറ്റില്ലല്ലോ. ഇപ്പോൾ മണ്ഡല പുനർനിർണയം നടന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ജനസംഖ്യ കൂടുതലുണ്ട് എന്ന് കരുതുന്ന യുപിയിൽ നിന്നും 10 ലക്ഷം പേർക്കായിട്ട് ഒരു പ്രതിനിധി മാത്രമെന്ന് പറഞ്ഞാൽ അതും സന്തുലിതാവസ്ഥയല്ല. അപ്പോൾ എന്താണ് വേണ്ടത് എന്ന ചോദ്യമുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ചില വിദഗ്ധരൊക്കെ അതിൽ ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. സാധ്യമായ ഒരുപാട് പരിഹാരങ്ങൾ പറയുന്നുണ്ട്. ജയിച്ച മണ്ഡലങ്ങളുടെ എണ്ണത്തെക്കാൾ ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന വോട്ടിൻ്റെ ശതമാനത്തെ അടിസ്ഥാനമാക്കി സീറ്റുകൾ അനുവദിക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം സൃഷ്ടിക്കുക എന്നൊരു സാധ്യതയുണ്ട്. അപ്പോഴും ഉത്തരേന്ത്യക്കാർ ഭൂരിപക്ഷമായിരിക്കും എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. ഇനി അടുത്തത്, ഈ കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP-മാരുടെ വോട്ടുകൾക്ക് കൂടുതൽ വെയിറ്റേജ് നൽകുന്ന ഒരു സംവിധാനം കൊണ്ടുവരിക എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നടപ്പാക്കിയെങ്കിൽ നന്നാകും എന്നുള്ള അഭിപ്രായം വരുന്നു. ഈ അഭിപ്രായങ്ങളൊക്കെ പരിഗണിക്കുമെന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ഇനി മറ്റൊന്ന് പറയുന്നത്, അമേരിക്കൻ മാതൃക നല്ലതാണ്. US-ൽ ഭരണഘടനയിൽ നിന്ന് ഒരു പേജ് കടമെടുക്കാമെന്നാണ് തരൂർ പറയുന്നത്. അതിൽ 50 സംസ്ഥാനങ്ങൾക്കും തുല്യ ശബ്ദമുണ്ട്. ചെറിയ സംസ്ഥാനങ്ങളായാലും വലിയ സ്റ്റേറ്റുകളായാലും തുല്യ ശബ്ദം, 2 സെനറ്റർമാർ വീതമാണ്. അപ്പോൾ അവിടെ എല്ലാ മേഖലയിൽ നിന്നുള്ള വിഷയം അവതരിപ്പിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഒരു വഴിയായി പറയുന്നുണ്ട്. അപ്പോൾ അത് നടപ്പാകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇനി മറ്റൊരു വഴി എന്ന് പറയുന്നത് വികേന്ദ്രീകരണം എന്നാണ്. വികേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുക. പക്ഷേ BJPയെ സംബന്ധിച്ച് എല്ലായിടത്തും അധികാരം കൊണ്ടുവരിക, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് മേൽ പോലും അധികാരം ഇപ്പോൾ തന്നെ കാണിക്കുന്ന ഒരു രീതിയാണ് അവർ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ വികേന്ദ്രീകരണം എത്രത്തോളം അത് അംഗീകരിക്കും എന്നറിയില്ല. ഇതിലിപ്പോൾ ഈ യോഗം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആദ്യ യോഗം മാത്രമാണല്ലോ. ഇന്നിപ്പോൾ ചെന്നൈയിൽ ചേർന്നിരിക്കും. ഇനി അടുത്തത് ഹൈദരാബാദിലാണ് ചേരാൻ പോകുന്നത്. അപ്പോഴേക്കും കൂടുതൽ സംസ്ഥാനങ്ങൾ ഇതിലേക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ ഈ ചർച്ചയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ. നിലവിൽ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങളോട് മുഖം തിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം അമിത്ഷാ സഭയിൽ ഇതിൽ ഭാഷാ തീവ്രവാദം എന്ന രൂപത്തിൽ തമിഴ്നാടിനെ അവതരിപ്പിക്കേണ്ടായി. തമിഴ്നാടിന് ഇത് ഭാഷാ തീവ്രവാദമാണ്, തമിഴ് സംസാരിക്കുക, തമിഴ് മാത്രം, അല്ലെങ്കിൽ തമിഴ് മേഖലയ്ക്ക് മറ്റൊരു നിലപാട്, അല്ലെങ്കിൽ രാജ്യത്തിന് മേലെ തമിഴ് ജനത എന്ന രൂപത്തിലേക്കൊക്കെ നിങ്ങൾ അതിനെ കാണുകയാണ്. അപ്പോൾ അത് ഒരു ശരിയായ രീതിയല്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ ഭാഷയുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിലപാട് ആദ്യം എടുത്തിരുന്നത് യഥാർത്ഥത്തിൽ BJP സർക്കാരാണ്. ഹിന്ദി ഭാഷാവാദം ഉന്നയിച്ചപ്പോഴാണ്, അതിനെതിരെയാണ് ഈ വാദം ഇവർ ശക്തമായി ഉയർത്തി. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് ഭാഷയോട് സ്നേഹമുണ്ട്, തമിഴ് ഭാഷയിൽ തന്നെ പഠിക്കുക എന്നൊക്കെയുള്ള ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ രൂപ പോലും തമിഴ് എഴുതിക്കൊണ്ടൊക്കെയാണ് അവർ ആ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതല്ല യഥാർത്ഥത്തിൽ തമിഴ്നാടിൻ്റെ അഴിമതി മറയ്ക്കാനുള്ള ഒരു നീക്കമാണ് ഇത് എന്നൊരു വാദം അവിടെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ കാണിച്ചതുപോലെ തമിഴ്നാട് സർക്കാരിനെ അടുത്തതായി ലക്ഷ്യമിടുന്നു. അപ്പോൾ ആ രൂപത്തിൽ അതിനെ തകർത്ത് കളയാമെന്നൊരു ആലോചന അപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴും വിവിധ സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഒരുമിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത് ഈ ഫെഡറൽ സംവിധാനങ്ങൾ നിലനിർത്താൻ, ജനാധിപത്യപരമായ രീതികളിലേക്ക് കാര്യങ്ങൾ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഈ യോഗങ്ങളും ചർച്ചകളും തുടരും. അതുകൊണ്ട് അത്ര എളുപ്പമാകില്ല ഈ മണ്ഡല പുനർനിർണയം. ഈ വിവിധ അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കാതെ, വിവിധ അഭിപ്രായങ്ങളിൽ ഒരു നിലപാടുകൾ അംഗീകരിക്കാതെ ഏകപക്ഷീയമായി മുന്നോട്ട് പോകുക അത്ര എളുപ്പമാകില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന മണ്ഡല പുനർനിർണയത്തിന് ശേഷം ആ രൂപത്തിലേക്ക് പോവുകയാണെങ്കിൽ 3/2 ഭൂരിപക്ഷം എന്ന രൂപത്തിലേക്ക് പോവുകയും ഭരണഘടന പൂർണ്ണമായും തന്നെ ഭേദഗതി ചെയ്യാനൊക്കെയുള്ള അധികാരത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിലേക്ക് പോകണോ എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ മാറി നിൽക്കുന്ന സംസ്ഥാനങ്ങൾ കൂടി ആലോചിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്ന ഈ YSR കോൺഗ്രസ് ആയാലും അവരുടെ പ്രതിഷേധവും ആശങ്കയും അറിയിച്ചിട്ട് കത്തയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാനാകുന്നത്. അപ്പോൾ BJP പിന്തുണയ്ക്കുന്നവർക്ക് പോലുമുള്ള ആശങ്ക അവിടെ നിൽക്കുന്നു. അപ്പോൾ അവരുമായൊക്കെയുള്ള ചർച്ച എത്രത്തോളം നടത്തേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മീതെ വാളാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.
Meet the editors.